നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എജ്യൂടെക്. 10th പ്രിലിംസ് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 25 സയൻസ് മുൻവർഷ ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ്. ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം: മനുഷ്യന്റെ ചെവിക്ക് വേദനയുണ്ടാക്കുന്ന സ്വരത്തിന്റെ ഉച്ചത എത്ര ഡെസിബലിൽ കൂടുതലാണ്? 120 ഡെസിബലിൽ കൂടുതൽ ഉച്ചതയുള്ള സ്വരങ്ങൾ, ശബ്ദങ്ങൾ മനുഷ്യന്റെ ചെവിക്ക് വേദനയുണ്ടാക്കുന്നു. സൈക്കിൾ ചക്രത്തിന്റെ ആക്സിലിൽ എണ്ണ ഇടുന്നത് എന്തിനാണ്? ഘർഷണ ബലം കുറയ്ക്കാനാണ് സൈക്കിൾ ചക്രത്തിന്റെ ആക്സിലിൽ എണ്ണയിടുന്നത്. കൂട്ടത്തിൽ പെടാത്തത് ഏത്? കൂട്ടത്തിൽ പെടാത്തത് വേഗമാണ്. സ്ഥാനാന്തരം, ത്വരണം, പ്രവേഗം ഇവയെല്ലാം വെക്റ്റർ ക്വാണ്ടിറ്റീസ് ആണ്. വെക്റ്റർ ക്വാണ്ടിറ്റീസ് എന്നാൽ സദിശ അളവുകൾ. വേഗം അദിശ അളവാണ്. ഒരു കാന്തിക മണ്ഡലത്തിന്റെ സ്വാധീനം കാരണം കാന്തവൽക്കരിക്കപ്പെടാനുള്ള കാന്തിക വസ്തുക്കളുടെ കഴിവിന് പറയുന്ന പേര് എന്താ? വശഗത എന്നതാണ്. വശഗത SERT ഫാക്റ്റ് ആണ്. ഒരു ബഹിരാകാശ സഞ്ചാരി കാണുന്ന ആകാശത്തിന്റെ നിറം എന്താ? കറുപ്പ് നിറത്തിലാണ് ഒരു ബഹിരാകാശ സഞ്ചാരി ആകാശം കാണുന്നത്. ഒരു ദന്ത ഡോക്ടർ പല്ല് പരിശോധിക്കുന്നതിനായി 8 സെന്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള ഒരു കോൺകേവ് ദർപ്പണം ഉപയോഗിക്കുന്നു. പല്ല് നിരീക്ഷിക്കുന്നതിനായി അദ്ദേഹം ദർപ്പണം പല്ലിൽ നിന്നും 4 സെന്റിമീറ്റർ ദൂരത്തിൽ പിടിക്കുന്നു എങ്കിൽ ആ പ്രതിബിംബത്തിന്റെ ആവർധനം എത്രയായിരിക്കും? 2 ആണ്. 2. താഴെ തന്നിരിക്കുന്നവയിൽ ഏത് ദ്രാവകമാണ് ഒരു വസ്തുവിന്മേൽ ഏറ്റവും കൂടുതൽ പ്ലവക്ഷമ ബലം പ്രയോഗിക്കുന്നത്? ഗ്ലിസറിൻ ആണ്. ഗ്ലിസറിൻ. കേരളത്തിൽ തെർമൽ പവർ സ്റ്റേഷൻ സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലം ഏതാ? കായംകുളം. കായംകുളത്താണ് തെർമൽ പവർ സ്റ്റേഷൻ സ്ഥാപിച്ചിരിക്കുന്നത്. സൗരയൂഥത്തിനു പുറത്ത് ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ചെറിയ ഗ്രഹങ്ങളിൽ ഒന്നായ GJ367b ഭൂമിയിൽ നിന്നും എത്ര പ്രകാശവർഷം അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്? 31 പ്രകാശവർഷം അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഹർഷിതം എജ്യൂടെക് ആപ്പിൽ 10th പ്രിലിംസ്, 10th മെയിൻസ്, ബെവ്കോ LD, VFA, കമ്പനി LGS, ഫയർമാൻ മുതലായ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ റിലേറ്റഡ് ഫാക്ട്സിന്റെ ക്ലാസ് എല്ലാ കോഴ്സ് എടുക്കുന്ന ആൾക്കാർക്കും PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഷോർട്ട് കറണ്ട് അഫയേഴ്സ്, മന്ത്ലി കറണ്ട് അഫയേഴ്സ്, ഫുൾ സിലബസ് കവറേജ് ആയിട്ടുള്ള ക്ലാസ്, അതുപോലെ ഡൗട്ട് ക്ലിയറിംഗ് എല്ലാം കൂടി ഒരുമിച്ചുള്ള പാക്കേജ് ആണ്. ഇപ്പോൾ അടുത്ത വർഷം അവസാനം വരെയൊക്കെ 2025 വരെയൊക്കെ, December 31 വരെയൊക്കെ 10th പ്രിലിംസിന്റെ വാലിഡിറ്റി ഉണ്ട്. 10th പ്രിലിംസ് ഓൺലി ബാച്ചിന്റെ വാലിഡിറ്റി 2025 അവസാനം വരെയാണ്. അപ്പോൾ അതിന്റെ ഇടയ്ക്ക് വരുന്ന പ്രിലിംസിന്റെ പരീക്ഷ എല്ലാം എഴുതാൻ ആ ഒരു കോഴ്സ് തന്നെ നിങ്ങൾ എടുത്താൽ മതി. പിന്നെ ബാക്കി ഇനിയുള്ള പരീക്ഷയ്ക്കുള്ള കോഴ്സുകളെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഏതാണോ വേണ്ടത് അത് എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് ഞാൻ ഓരോ വീഡിയോയും അതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഹർഷിതം എജ്യൂടെക് ആപ്പിലാണ് ക്ലാസ് വരുന്നത്. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. കൂടാതെ പ്ലേ സ്റ്റോറിൽ ഹർഷിതം എജ്യൂടെക് എന്ന് സെർച്ച് ചെയ്താലും നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, നന്നായിട്ട് പഠിക്കുക. ഇനി വരുന്ന പരീക്ഷകളെല്ലാം ക്രാക്ക് ചെയ്യുക. 2025 ഒരു സർക്കാർ ജോലി നേടിയെടുക്കും എന്ന് ദൃഢനിശ്ചയമെടുത്ത് ഇപ്പോൾ തന്നെ മൈൻഡ് സെറ്റ് ആക്കി പഠിച്ചു തുടങ്ങിക്കൊള്ളാം. ഓക്കെ, 30 ഗ്രാം ഗ്ലൂക്കോസ് 120 ഗ്രാം ജലത്തിൽ ലയിച്ചു കിട്ടുന്ന 180 ഗ്രാം ലായനിയിൽ ഗ്ലൂക്കോസിന്റെ മാസ് ശതമാനം എത്രയാണ്? 20 ആണ്. 20. വൈദ്യുത വിശ്ലേഷണം നടക്കുമ്പോൾ ഒരു ഇലക്ട്രോണിൽ സ്വതന്ത്രമാക്കപ്പെടുന്ന പദാർത്ഥത്തിന്റെ അളവ് ഇലക്ട്രോലൈറ്റിൽ കൂടി കടന്നു പോകുന്ന വൈദ്യുതിയുടെ അളവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? നേർ അനുപാതത്തിലായിരിക്കും. നേർ അനുപാതം. മാലക്കൈറ്റ് ഏത് ലോഹത്തിന്റെ അയിരാണ്? മാലക്കൈറ്റ് കോപ്പറിന്റെ അയിരാണ്. കോപ്പർ. മുഖ്യ ക്വാണ്ടം സംഖ്യ 4 ആയാൽ സാധ്യമായ ഓർബിറ്റലുകളുടെ എണ്ണം എത്ര? 16 ഓർബിറ്റലുകളാണ് സാധ്യമാകുന്നത്. താഴെ തന്നിരിക്കുന്ന ജോഡികളിൽ സമ ഇലക്ട്രോണിക് സ്പീഷീസ് ഏതാണ്? സമ ഇലക്ട്രോണിക് സ്പീഷീസ് Mg2+ഉം Na-യും. അയോണിക ബന്ധനത്തിൽ ഭാഗിക സഹസംയോജക സ്വഭാവം വരുന്ന സാഹചര്യം ഏത്? കാറ്റയോണിന്റെ വലിപ്പം കുറയുക. തന്നിരിക്കുന്നവയിൽ അമ്ലശക്തി ഏറ്റവും കുറവുള്ളത് ആർക്ക്? അമ്ലശക്തി ഏറ്റവും കുറവുള്ളത് CH4-നാണ്. CH4.
ആവർത്തന പട്ടികയുടെ 180-ാം വാർഷികം ഏത് വർഷമായിരുന്നു? 2019 180-ാം വാർഷികം. 2021 രസതന്ത്രത്തിന് നൊബേൽ സമ്മാനം കിട്ടിയത് ആർക്കാണ്? ബെഞ്ചമിൻ ലിസ്റ്റിനും ഡേവിഡ് മാക്മിലനുമാണ് 2021 രസതന്ത്രത്തിന് നൊബേൽ സമ്മാനം കിട്ടിയത്. 2023 രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം 3 പേർക്കാണ് ലഭിച്ചത്. മൗങ്കി ബാവണ്ടി, ലൂയിസ് ബ്രൂസ്, അലക്സി യെക്കിമോവ് എന്നിവർക്ക് ക്വാണ്ടം ഡോട്ടുകൾ കണ്ടെത്തി വികസിപ്പിച്ചതിനാണ് പുരസ്കാരം. ക്വാണ്ടം ഡോട്ടുകൾ കണ്ടെത്തി വികസിപ്പിച്ചതിനാണ് 2023 രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. പ്രകാശ സംശ്ലേഷണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? പ്രകാശ സംശ്ലേഷണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന: പ്രകാശ സംശ്ലേഷണ സമയത്ത് പുറത്തു വരുന്ന ഓക്സിജൻ ജലത്തിന്റെ വിഘടന ഫലമായി ഉണ്ടാകുന്നതാണ്. ജീവികളെ 5 കിങ്ഡങ്ങളായി വർഗീകരിച്ച അമേരിക്കൻ സസ്യശാസ്ത്രജ്ഞൻ ആരാണ്? റോബർട്ട് എച്ച് വിറ്റാക്കർ. വൃക്കയിൽ ജലത്തിന്റെ പുനരാകിരണത്തിന് സഹായിക്കുന്ന ഹോർമോൺ ഏതാ? ADH ആണ്, ആന്റി ഡയറൂട്ടിക് ഹോർമോൺ. എക്സിറ്റു കൺസർവേഷനിൽ ഉൾപ്പെടാത്തത് ഏതാണ്? എക്സിറ്റു കൺസർവേഷനിൽ ഉൾപ്പെടാത്തത് നാഷണൽ പാർക്ക്, ഇൻസിറ്റു കൺസർവേഷൻ, ബൊട്ടാണിക്കൽ ഗാർഡൻ, ജീൻ ബാങ്ക്, സുവോളജിക്കൽ ഗാർഡൻ, എക്സിറ്റു കൺസർവേഷൻ. ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം തുടങ്ങിയ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏത്? മെഡുല്ല ഒബ്ലോങ്കേറ്റയാണ്. താഴെ കൊടുത്തിരിക്കുന്ന പ്രത്യേകതയുള്ള സസ്യകല ഏത്? കോശഭിത്തിയുടെ മൂലകളിൽ മാത്രം കട്ടികൂടിയ തരം കോശങ്ങൾ ചേർന്നത് സസ്യഭാഗങ്ങൾക്ക് വഴക്കവും താങ്ങും നൽകുന്നു. സജീവ സസ്യ കല. കോളൻ കൈമ. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒമിക്രോൺ ഏതാണ്? ഒമിക്രോൺ എന്നത് B1.1.529 ആണ്. സൈലന്റ് സ്പ്രിംഗ്, നിശബ്ദ വസന്തം എന്ന കൃതി രചിച്ചതാര്? റേച്ചൽ കേഴ്സൺ ആണ് സൈലന്റ് സ്പ്രിംഗ് എന്ന കൃതിയുടെ രചയിതാവ്. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഒട്ടുമിക്കതും SCERT ഫാക്ട്സ് തന്നെയായിരുന്നു. എപ്പോഴും പറയുന്നത് പോലെ സയൻസ് പഠിക്കാൻ SCERT തന്നെ നിങ്ങൾ ആശ്രയിച്ചോളാം. ഓക്കെ, നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഹർഷിതം എജ്യൂടെക് ആപ്പിൽ 10th പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്, 10th മെയിൻസിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്, VFA, ബെക്കോ LD, കമ്പനി LGS, ഫയർമാൻ എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അഡ്മിഷൻ ഓപ്പൺ ആണ്. റിലേറ്റഡ് ഫാക്ട്സ് ഒക്കെ ഞാൻ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ക്ലാസ്സിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊക്കെ കിട്ടും. ഓക്കെ, ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.